നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ്. ഇവിടെ മീറ്റ് ജീസസ് പ്രയർ ടീം നയിക്കുന്ന ദൈവശബ്ദം കൺവെൻഷൻ്റെ ഭാഗമായി നടക്കുന്ന സമൂഹ വിവാഹം നടക്കുകയാണ്. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ ദൈവശബ്ദം കൺവെൻഷന് ശേഷം വർഷം തോറും നടത്തിവരുന്ന സമൂഹ വിവാഹം ആഘോഷകരമായി നടത്തപ്പെട്ടു. വിവാഹാനന്തരം തൃശൂർ ഡോളേഴ്സ് ബസലിക്ക ബേസ്മെന്റ് ഹാളിൽ വധുവരന്മാർക്ക് സ്വീകരണം നൽകി. വധുവരന്മാരോടും അവരുടെ കുടുംബാംഗങ്ങളോടുമൊപ്പം അഭിവന്ദ്യ പിതാക്കന്മാർ, ആത്മീയ ഗുരുക്കന്മാർ, ജനപ്രതിനിധികൾ, ദൈവശബ്ദം ശുശ്രൂഷകർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ രൂപതയിലെ ജാതിമത ഭേദമന്യേ നിർധനരായ 5 പെൺകുട്ടികൾക്കാണ് വിവാഹ സഹായം നൽകിയത്. ഗ്രൂപ്പ് ലീഡർ ജോസ് മേലോത്ത് സ്വാഗതം പറഞ്ഞു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നവവധൂവരന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാര്യപരിപാടികൾക്ക് ശേഷം കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും ഭംഗിയും എത്രത്തോളമാണെന്നും പുതിയ തലമുറയിലെ യുവജനങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ മടിക്കുന്നതിനെ പറ്റിയുള്ള ആശങ്കയും മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഷിക്കീന ന്യൂസിനോട് പങ്കുവച്ചു. തൃശ്ശൂരിലെ മീറ്റ് ജീസസ് പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 32 വർഷം മുമ്പ് ഇവിടെ ശക്തൻ മാർക്കറ്റിൽ അവിടുത്തെ ജോലിക്കാരാരംഭിച്ചതാണ് ഈ ദൈവശബ്ദം കൺവെൻഷൻ. 32 വർഷം പിന്നിടുമ്പോൾ ദൈവത്തിന് വളരെ നന്ദി പറയാം. ഈ കൺവെൻഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് സഹായം അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന മാനുഷിക സഹായത്തിൻ്റെ രൂപത്തിലാണ് വിവാഹത്തിന് സഹായിക്കുക. ഈ കാലഘട്ടത്തിൽ 281 പേർക്ക് വിവാഹ സഹായം കൊടുത്തു. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവരുടെ അനുമോദന യോഗത്തിൽ പറഞ്ഞതുപോലെ വിവാഹം വേണ്ട, വിവാഹം പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് പെൺകുട്ടികൾ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് വിവാഹം കഴിക്കാൻ പറ്റാത്ത ആൺപിള്ളേരുണ്ട്. പെൺകുട്ടികൾക്കാണെങ്കിൽ വിവാഹം വേണ്ട. പിന്നെ പുതിയ കുടുംബങ്ങൾക്ക് മക്കൾ വേണ്ട, പുറത്തേക്ക് പോയി കറങ്ങിയടിച്ച് നടന്നാൽ മതി എന്നൊരു ചിന്ത. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ദമ്പതികൾക്ക് ആശംസിച്ചത് കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കുക, മക്കളെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ ദൈവജനത്തെ വളർത്താൻ, അതുപോലെ തന്നെ മാതൃകാ കുടുംബങ്ങളായി തീരാൻ അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ ദമ്പതികൾക്ക് ആശംസിച്ചത്. എന്നെ കേൾക്കുന്ന ഷെക്കൈന TV എല്ലാവർക്കും ഇങ്ങനെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കാൻ, വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ, മക്കളുണ്ടാകാൻ പ്രോത്സാഹിപ്പിക്കാൻ, അതിനേക്കാൾ ഉപരി കുടുംബത്തെ ഗാർഹിക സഭയാക്കി ദൈവത്തിന് ഇഷ്ടപ്പെട്ട കുടുംബങ്ങളെ രൂപപ്പെടുത്തുവാൻ സഹായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഷെക്കൈന TV എല്ലാ പ്രേക്ഷകർക്കും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം ഞാൻ നൽകുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളോടൊപ്പം മീറ്റ് ജീസസ് പ്രയർ ടീമിൻ്റെ ലീഡർ ജോസിയേട്ടനുണ്ട്. ജോസിയേട്ടനോട് നമുക്ക് ഈ ടീമിൻ്റെ ഒരു പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണ്, ഈ ടീം കൊണ്ട് എന്താണ് ശരിക്കും സമൂഹത്തിന് ഒരു നന്മയുടെ ഭാഗമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ജോസേട്ടാ, നമുക്ക് ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി നമ്മൾ മുന്നോട്ട് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? പറയാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ 2026 എത്തി നിൽക്കുമ്പോൾ 1993 മുതലാണ് നമ്മൾ ഈ മാർക്കറ്റിൽ ഈ പ്രയർ ടീം ആരംഭിക്കുന്നത്. അതിൽ ബാക്കി വരുന്ന സംഖ്യ കൊണ്ടാണ് നമ്മൾ ഈ വിവാഹങ്ങളെല്ലാം നടത്തി പോരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നത് 32ാമത് കൺവെൻഷനായിരുന്നു. അതിൻ്റെ സമാപനം കുറിക്കുന്നത് ഈ മെയ് മാസം 10-ാം തീയതിയാണ്. കാരണം അന്നത്തെ കൺവെൻഷനിൽ മിച്ചം വന്ന പൈസയും തൃശ്ശൂരിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യാപാരികളും വ്യവസായികളുമായിട്ടുള്ള വ്യക്തികളുടെ സഹായവും അതുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹ വിവാഹമായിട്ട് നടത്തുന്നത്. ഇതിനോടകം തന്നെ 32 വർഷം കൊണ്ട് 281 വിവാഹങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇതാണ് പ്രധാനമായും മീറ്റ് ജീസസ് പ്രയർ ടീം ചെയ്തു വരുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. വഴി തെറ്റി നടക്കുന്നവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ, കർത്താവിൻ്റെ പാദത്തോട് ചേർത്ത് നിർത്തുവാൻ ഞങ്ങൾ അവരെ സഹായിക്കുന്നു. അത് ഈ വചനത്തിലൂടെയാണ്. ഇത് കർത്താവിൻ്റെ വലിയ കരുണയാണ് ഓരോ വ്യക്തികളെയും മാറ്റം വരുത്തുന്നതും അതുപോലെ തന്നെ അവർ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും. അതിനു വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻ ഞങ്ങൾ നടത്തി വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു.
അതുപോലെ തന്നെ താമസിച്ചുള്ള ധ്യാനങ്ങൾക്ക് പോകാൻ പൈസ ഇല്ലാത്തവർക്ക് നമ്മളത് പൈസ കൊടുത്തുകൊണ്ട് അവരെ ധ്യാനത്തിലേക്ക് അയക്കുന്നു. കുറേ പേരൊക്കെ ഒരു നവീകരണത്തിലേക്ക് കടന്നു വന്ന് നല്ല ജീവിതം നയിച്ച് ദുശീലങ്ങളൊക്കെ മാറ്റിവെച്ച് മദ്യപാനം ഒഴിവാക്കി കുടുംബം നോക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തു വരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നല്ല ഒരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കുവാൻ എന്തൊക്കെ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കണമോ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് ആത്മീയമായ ഒരു മനുഷ്യനാക്കി ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ അവനെ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണോ അതെല്ലാം ഈ ദൈവശബ്ദം ചെയ്തു കൊടുക്കാറുണ്ട്. രോഗികളായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് ചികിത്സാ സഹായം അവർ ചോദിച്ചാൽ ഇതുവരെയും മീറ്റ് ജീസസ് പ്രയർ ടീം അവരെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. അതുപോലെ തന്നെ വലിയൊരു സംഖ്യ കൊടുത്ത് വിവാഹങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ചെറിയൊരു സംഖ്യയും അതുപോലെ തന്നെ വസ്ത്രവും കൊടുത്ത് നമ്മൾ ഓരോ കല്യാണങ്ങൾക്കും പെൺകുട്ടികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ 32 വർഷങ്ങൾ കൺവെൻഷനിലൂടെ പിൻവിട്ടു. അതിക്ക് മുൻപ് 2 വർഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 34 വർഷമായി ദൈവശബ്ദം പ്രയർ ടീം അല്ലെങ്കിൽ മീറ്റ് ജീസസ് പ്രയർ ടീം ചെയ്തു വരുന്ന പ്രവർത്തികൾ ഇതൊക്കെയാണ്. ഇതെല്ലാം ചെയ്യുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ തൊഴിലാളികളാണ്. അവരുടെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളും ഇവരിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ദൈവശബ്ദം ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോളേഴ്സ് ബസിലിക്കയുടെ രക്ഷാധികാരിയും റെക്ടറുമായ റവറൻഡ് ഫാദർ തോമസ് കക്കശ്ശേരി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു. റവറൻഡ് ഫാദർ സിൻഡോ പൊന്തേക്കാടൻ, റവറൻഡ് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ, ബ്രദർ സാബു എം വർഗീസ്, ബ്രദർ ഷാജു പൊന്നുകര, റവറൻഡ് ഫാദർ ആന്റണി പുല്ലുക്കാട്ട്, റവറൻഡ് ഫാദർ സജു തളിയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഡയറക്ടർ റവറൻഡ് ഫാദർ റോയി വേളക്കുമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഷോബി നല്ലശ്ശേരി നന്ദി അർപ്പിച്ചു. സമൂഹത്തിന് മാതൃകയാക്കാവുന്ന മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ സ്ഥാപകനായ ശ്രീ ശബ്ദം ബേബി പ്രയർ ടീം തുടങ്ങാനുണ്ടായ സാഹചര്യവും ഓർമ്മകളും ഷിഖന ന്യൂസിനോട് പങ്കുവച്ചു. 1989 തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിൽ നിന്ന് കടബാധ്യത മൂലം ഞാൻ നാട് വിട്ടു പോകാനായിട്ടിരുന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ എൻ്റെ പെങ്ങൾ വഴി ഒരു ധ്യാനത്തിന് മൂവാറ്റുപുഴ ജീവജ്യോതി ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാൻ ഇടയായി. അവിടെ ചെന്ന് അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന 2ാമത്തെ ദിവസം ഒരു കൗൺസിലിങ്ങിലൂടെ ബ്രദർ ലോറൻസ് പടനിലത്ത് എന്ന് പറയുന്ന ബ്രദർ എന്നോട് പറഞ്ഞു, എവിടേക്കും പോകണ്ട, തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിലേക്ക് തന്നെയാണ് ദൈവം പറഞ്ഞയക്കുന്നത്. ദൈവത്തിന് താങ്കളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിറവേറ്റാൻ താങ്കളെ ദൈവം തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. കടബാധ്യതയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക, കർത്താവ് അതൊക്കെ ക്രമീകരിച്ചോളും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിലേക്ക് കടന്നു വന്നു. അങ്ങനെ തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിൽ കടന്നു വന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞ് സാമ്പത്തികമായിട്ടൊക്കെ എൻ്റെ ഒരു ചെറിയ ബാധ്യതയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ഒരു ദിവസം പറയുകയാണ്, നിന്നെ തൃശ്ശൂർ ശക്തന്തമ്പുരം മാർക്കറ്റിലേക്ക് ഞാൻ അയച്ചത് നിൻ്റെ കടബാധ്യത തീർക്കാനും നിൻ്റെ കാര്യങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാനും മാത്രമല്ല, നിന്നെപ്പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ തൃശ്ശൂർ മാർക്കറ്റിലുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും ദുരാശകൾക്കും തഴക്കദോഷങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങളുടെ ഇടയിലേക്ക് നീ കടന്നു ചെല്ലണം. അവരോട് വിളിച്ചു പറയണം, യേശു എന്ന ഒരു രക്ഷകനുണ്ട്, ആ രക്ഷകനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവരെ ഒരു ധ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ എന്നോട് കർത്താവ് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ തൃശ്ശൂർ മാർക്കറ്റിലെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരെ ഓരോരുത്തരെയായിട്ട് ധ്യാനത്തിന് വിട്ടു. അങ്ങനെ ധ്യാനത്തിന് പോയി കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ വീണ്ടും പഴയ പോലെ അവസ്ഥയിലേക്ക് വന്നു. അപ്പം അങ്ങനെ പഴയ പോലത്തെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് കർത്താവേ, ഞാനൊരു ധ്യാനം കൂടിയിട്ടുള്ളൂ, ആ ധ്യാനത്തിലൂടെ കർത്താവ് എനിക്ക് വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഞാൻ നിലനിൽപ്പിൻ്റെ വരം എനിക്ക് കിട്ടി, ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് കർത്താവ് പറയുകയാണ്, നീ ശക്തന്തമ്പുരം മാർക്കറ്റിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങണമെന്ന്. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഒരു പ്രാർത്ഥന ഗ്രൂപ്പിന് രൂപം കൊടുക്കുവാൻ ധ്യാനത്തിന് വിട്ടവരെ മുഴുവൻ ചെന്ന് പറഞ്ഞ് അവരെയൊക്കെ വിളിച്ചു കൂട്ടി.
അവരെ വിളിച്ചു കൂട്ടി 6 പേരാണ് അന്ന് വന്നത്. ആ 6 പേരിലൂടെ ഞങ്ങൾ ആരംഭിച്ചതാണ് ഈ ദൈവശബ്ദം എന്ന പ്രാർത്ഥനാ സമൂഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കൺവെൻഷൻ വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ മഞ്ഞുമ്മൽ ധ്യാന ടീമിനെ പോയി കണ്ട് ആ ടീമിൻ്റെ ഒരു വലിയൊരു കൺവെൻഷൻ 1994 ഒരു കൺവെൻഷൻ വെച്ചു. ആ കൺവെൻഷനിൽ ഒട്ടനവധി ആളുകൾ വന്നു. കുറേ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് 50,000 രൂപ ബാക്കി വന്നു. അങ്ങനെ ബാക്കി വന്നപ്പോൾ ഈ പൈസ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആത്മീയ പിതാവായ ഷാജൻ തേർമടച്ചൻ പറഞ്ഞു, നമുക്കൊരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് 5 പവനും 5 ജോഡി ഡ്രസ്സ് 50 ആളുടെ പാർട്ടി ഒരു അളമാരി വെച്ച് കൊടുത്തു. അന്ന് ആദ്യമായിട്ട് ഒരു കുട്ടിയുടെ കല്യാണം നടത്തി. പിന്നീട് ഓരോ കൺവെൻഷനുകളും ഇപ്പോൾ 32 കൺവെൻഷൻ കഴിഞ്ഞു. ഈ 32 കൺവെൻഷനിലൂടെ നമുക്ക് 281 കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. ഇതുപോലെ തന്നെയുള്ള വേറൊരു ശുശ്രൂഷയാണ് നമുക്ക് പാവപ്പെട്ട അനാഥ മന്ദിരങ്ങൾക്ക് പച്ചക്കറി സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. അത് ആദ്യമായിട്ട് കുറ്റിക്കലച്ചനാണ് ചെന്നായിപ്പാറ ആശ്രമം തുടങ്ങിയ കാലത്ത് അച്ഛൻ ഒരു ദിവസം മാർക്കറ്റിൽ വന്നിട്ട് പറഞ്ഞു, മക്കളെ ഞങ്ങൾക്ക് അരി കിട്ടാനുണ്ട്, കറി വെക്കാനായിട്ട് ഒന്നും കിട്ടാനില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കറി വെക്കാൻ ഞങ്ങളെ തന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് കുറ്റിക്കലച്ചന് ഞാനൊരു വാക്ക് കൊടുത്തു, അച്ഛാ ഒരു സാമ്പാറും ഒരു തോരനും ഒരു അച്ചാറും വെക്കാനുള്ള പച്ചക്കറി ഞങ്ങൾ തന്നോളാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്നേ വരയ്ക്ക് അത് മുടങ്ങാതെ, അന്ന് 26 പേരാണ് ഞങ്ങൾ തുടക്കത്തിൽ അവിടെ കൊടുക്കുമ്പോഴുള്ളത്. ഇന്നത് 400 പേരാണ്. അങ്ങനെ അവിടെ കൊടുക്കുന്നതെന്ന് കേട്ട് മറ്റുള്ള അനാഥ മന്ദിരങ്ങൾ കേട്ടറിഞ്ഞ് അവർ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഇപ്പോൾ 58 അനാഥ മന്ദിരങ്ങൾക്ക് പച്ചക്കറി മാർക്കറ്റിൽ നിന്നും സൗജന്യമായിട്ട് എല്ലാ കടക്കാരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പുത്തമ്പള്ളി ഊട്ടുതിരുന്നാൾ വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി, ലത്തിമ്പള്ളി ഊട്ടുതിരുന്നാളിന് ആവശ്യമായ പച്ചക്കറി, ഇതൊക്കെ സൗജന്യമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദേവാലയം ചന്തസ്ഥലമാക്കി മാറ്റിയെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ചന്തസ്ഥലം ദേവാലയമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ തിരുവചനങ്ങൾ കേൾക്കാം, അതുപോലെ തന്നെ ഗാനശുശ്രൂഷ ഭക്തിഗാനങ്ങൾ കേൾക്കാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിൽ വന്നാൽ കാണാം. എല്ലാവരും കൊന്തിട്ട് നടക്കുന്നവരും വെന്തിങ്ങിട്ട് നടക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്ന ഒരളവിലേക്ക് ഈ മാർക്കറ്റ് മാറിക്കഴിഞ്ഞു. അതാണ് ദൈവശബ്ദം പ്രാർത്ഥന ഗ്രൂപ്പിലൂടെ സംഭവിച്ച കാര്യം. തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു പ്രചോദനം തന്നെയാണ് ബേബിച്ചേട്ടൻ്റെ വാക്കുകളെന്ന് പറയുന്നത്. എന്തായാലും നല്ല ശക്തിയോടുകൂടി തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, സംഘടനയിൽ ഓരോ അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും നേരം.